അസ്സാമലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അടിപൊളി, നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുബൂസിൻ്റെ കൂടെയും പിന്നെ ഇത് സാൻഡ്വിച്ച് ആക്കാനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്താൽ മതി. മക്കൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളെ കിച്ചണിലെ ഇതുണ്ടാവില്ലേ, ബോട്ടിൽ നമ്മൾ കടുക്, ഏലക്ക ഇതെല്ലാം ഇടുന്ന നല്ല കുഞ്ഞു കുഞ്ഞ് ചില്ല് ബോട്ടിലെല്ലാം അത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം തട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, 10 മിനിറ്റിന് ശേഷം സോപ്പ് യൂസ് ചെയ്തിട്ട് സ്പോഞ്ച് കൂടെ ഒന്ന് തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യും കിട്ടും. അതിൻ്റെ എണ്ണമയവും പിന്നെ നമ്മൾ കുക്കൈമേലും തിരക്കായിട്ട് അത് തുറന്ന് യൂസ് ചെയ്ത് പിന്നെ അത് അവിടെ അടച്ച് വെച്ച് അന്നേരം തന്നെ നമുക്ക് തുടക്കാൻ സമയം കിട്ടില്ലല്ലോ, തിരക്കായിരിക്കുമല്ലേ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നല്ല ക്ലീനായി കിട്ടും കിച്ചണ് എപ്പോൾ. അല്ലെങ്കിൽ ഇതുപോലെ ആ എണ്ണമയത്തോടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താകുമെന്ന് പറഞ്ഞാൽ കിച്ചണിൽ കയറാൻ തന്നെ ഒരു മടിയായിരിക്കും അല്ലേ, വൃത്തിയില്ലാണ്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ചില്ല് ബോട്ടിലാകുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ബോട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് ആക്കാമെന്ന് വെച്ചാൽ സോപ്പ് ഒഴിച്ച് പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ തുടച്ചെടുത്താൽ എന്താവും, പെട്ടെന്ന് അത് ക്ലീനായി കിട്ടും. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇതിൻ്റെ അകത്തെ പൊടികളെല്ലാം തട്ടിയിട്ട് കടുക്, ഏലക്ക അതെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം തട്ടി വെച്ചിട്ട് പിന്നെ ഇത് തുടച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് തോർത്തി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം പോയാൽ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് എന്താക്കാം, ആ പൊടിയെല്ലാം ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെയെല്ലാം ബോട്ടിലെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സ്പൈസസ് എല്ലാം അതിലിട്ട് കൊടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കുക, ഉപ്പ്, നമ്മൾ റെഡ് ചില്ലി പൗഡർ, പിന്നെ നമ്മൾ ഡ്രൈ ചില്ലി, ജിഞ്ചർ ഗാർലിക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് എന്താക്കുക, ലെമൺ പൗഡറും കൂടെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ ലെമൺ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ചിക്കൻ ഫ്രൈക്ക് ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് അടച്ച് വെക്കാം. അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ 10 മിനിറ്റ് അടച്ച് വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ചിക്കനിൽ ഉപ്പ്, മുളക് ഇതെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 10 മിനിറ്റ് അടച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒരു പാൻ ചൂടായി എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നന്നായി എണ്ണ ചൂടായാൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.